ഈ യുവാവട്ടെ സോസേജ് പാകം ചെയ്ത് വിൽക്കുന്ന പെൺകുട്ടിയെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉടനടി തന്നെ അയാളുടെ ബോഡി ഗാർഡ് ഈ വിവരം അയാളുടെ അമ്മയെ അറിയിക്കുന്നു. യുവാവിന്റെ അമ്മയാവട്ടെ യുവാവിന് പെൺകുട്ടിക്ക് മേൽ ഒരു താല്പര്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ സ്ത്രീ പെൺകുട്ടിയെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തന്റെ മകനെ നേടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല യുവാവിന് അവൾ ഉണ്ടാക്കുന്ന സോസേജിനോടായിരുന്നു ഇഷ്ടമെന്നുള്ളത്. പെൺകുട്ടി ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അവള് പാർട്ട് ടൈമായി സോസേജ് സ്റ്റോൾ നടത്തുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ സോസേജ് വളരെയധികം രുചികരവുമായിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിനെ അത് ആകർഷിച്ചിരുന്നു. അങ്ങനെ ആ വഴിയിലൂടെ പാസ് ചെയ്ത് പോവുകയായിരുന്ന ധനികന്റെ മകനാവട്ടെ പെൺകുട്ടിയുടെ സ്റ്റാള് കാണുന്നു. അവൾ ഉണ്ടാക്കുന്ന സോസേജുകൾ അയാളെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്നു. പെൺകുട്ടിയാണ് അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ എന്ന് കരുതിയിട്ട് ബോഡി ഗാർഡാണ് അവന്റെ അമ്മയെ ഈ വിവരങ്ങൾ അറിയിക്കുന്നത്. അവൻ ഏറ്റവും വലിയ ധനിക കുടുംബത്തിലെ മകനാണ്. അത് മാത്രമല്ല വളരെ സുന്ദരനുമാണ്. പക്ഷേ അവന് പെൺകുട്ടികളോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഈ സത്യങ്ങളൊന്നും അറിയാത്ത യുവാവിന്റെ അമ്മയാവട്ടെ തന്റെ ബോഡി ഗാർഡ്സിനെ ഉപയോഗിച്ച് സോസേജ് സ്റ്റാള് നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നുണ്ട്. യുവാവിന്റെ അമ്മയാവട്ടെ അവളെ ഒരു രക്ഷകയെ പോലാണ് കണ്ടത്. കാരണം പെൺകുട്ടികളോട് ഒട്ടും താല്പര്യം കാണിക്കാത്ത തന്റെ മകൻ ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് താല്പര്യം കാണിച്ചിരിക്കുന്നത്. യുവാവിന്റെ അമ്മ ഈ കാരണത്താലാണ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ $10 മില്യൺ അവൾക്ക് നൽകിയേക്കാം. പക്ഷേ തന്റെ മകനുമായി ഡേറ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പെൺകുട്ടി അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. അവളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യുവാവ് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് അവൾ തന്റെ സ്റ്റാളുമായി എത്തുന്നുണ്ട്. യുവാവട്ടെ ബാസ്കറ്റ് ബോളിൽ പ്രഗത്ഭനായിരുന്നു. പക്ഷേ അവളുടെ ഒരു ചെരി കൊണ്ട് തന്നെ അവന്റെ കൺട്രോള് പോകുന്നു. അവിടെ നിൽക്കുന്നവരൊക്കെ യുവാവിനെയും പെൺകുട്ടിയെയും പറ്റി അടക്കം പറയുന്നുണ്ട്.